ഞാൻ പറഞ്ഞത് പാവങ്ങളെ സഹായിക്കുക, യതീമിങ്ങളെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക, നല്ല കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ നിനക്ക് ദുനിയാവിൽ 6 പ്രതിഫലം, മരണത്തിന് ശേഷം 3 പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവേ പടച്ചവനെ, എത്രയോ പാവപ്പെട്ടവരുണ്ട്, യതീമീങ്ങളുണ്ട്, വിവാഹപ്രായം കഴിഞ്ഞിട്ട് കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ, വീടിനകത്തിരുന്ന് കണ്ണിനീര് കുടിക്കുന്ന പാവപ്പെട്ട മക്കളുണ്ടല്ലോ. പടച്ചവനെ, നമ്മളെല്ലാവരും പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ ധരിച്ചിട്ട് നമ്മളൊക്കെ വല്ലാത്ത സന്തോഷവാ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പരിസരങ്ങളില് എത്രയോ പാവപ്പെട്ടവര് പട്ടിണി കിടക്കുന്നുണ്ട്, തിരിഞ്ഞു നോക്കാത്തവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പാവങ്ങളെ സഹായിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ ആയുസ് നീട്ടി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. പടച്ച റബ്ബ് നിന്റെ ആയുസ് നീട്ടി തരും, ഒരു പാവപ്പെട്ടവനെ സഹായിച്ചാ കിട്ടുന്ന പ്രതിഫലവാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പാതിരാത്രി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂട്ടുകാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നാളെ രാവിലെ കച്ചവടത്തിന് പോകുകയാ നബിയേ. ഇനി തിരിച്ചു വരൂല നബിയേ, ഇനി തിരിച്ചു വരൂല നബിയേ, ഇനി തിരിച്ചു വരുന്നത് മയ്യത്താ നബിയേ. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് യാത്രയാക്കണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, റസൂലുള്ളാഹി സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് യാത്ര പറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട്, യാ റസൂലല്ലാഹ്, ഞാൻ കച്ചവടത്തിന് പോകുകയാ നബിയേ. പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ. ലോകത്തിന്റെ നേതാവ് കെട്ടിപ്പിടിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കെട്ടിപ്പിടിക്കുകയാ. സാധാരണ അങ്ങനെ ചെയ്യാറില്ല, സാധാരണ റസൂലുള്ള അങ്ങനെ കെട്ടിപ്പിടിക്കാറില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതത്തോടെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നെന്തേ നബിയേ പ്രത്യേകത എന്ത്? അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. കാരണം ഇനി തിരിച്ചു വരില്ലല്ലോ, ഇനി തിരിച്ചു വരുന്നത് മയ്യത്താണല്ലോ, പറഞ്ഞത് ജിബ്രീലാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ യാത്രയാക്കുകയാ. പല സഹാബത്തും ചോദിച്ചു, എന്തേ നബിയേ ഇന്ന് കെട്ടിപ്പിടിച്ച് യാത്രയാക്കാറുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ അത് മനസ്സിലാകും സഹാബ. എന്റെ പ്രിയമുള്ളവരെ, ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദ് നബവിയുടെ മുന്നിലിരിക്കുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ജീവനോടെ തിരിച്ചു വരികയാ, ജീവനോടെ തിരിച്ചു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം മയ്യത്തെ വരൂ എന്ന് ജിബ്രീൽ പറഞ്ഞതാ, പക്ഷേ ജീവനോടെ വന്നിരിക്കുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീൽ, എന്തേ സംഭവിച്ചത്? എന്തേ സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ വന്നവർ മുഴുവനും പടച്ചവരെ പോകുന്ന വഴിയില് അല്ലാഹുവേ ഭക്ഷണം തയ്യാറാക്കാൻ ഒരു വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് അല്പം സൗകര്യം തരുമോ? ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്താ, ഞങ്ങൾക്ക് ഭക്ഷണം വെക്കാൻ അല്പം സൗകര്യം ചെയ്തു തരുമോ? ഒരു പ്രായമുള്ള ഉമ്മയോട് ചോദിക്കുമ്പോ, അല്ലാഹുവേ ഞങ്ങളെ സൗകര്യം തരാ. അവര് മുഴുവനും സഹാബത്ത് മുഴുവനും നിസ്കരിച്ചിട്ട്
നിസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോ കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാ. അല്ലാഹുവേ, സഹാബത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവരോട് അവിടെന്ന് പറഞ്ഞു, ഇത്രയും ഭക്ഷണം തയ്യാറാക്കാൻ ഈ പ്രായമുള്ള ഉമ്മയെ കൊണ്ട് കഴിയില്ല. ഈ വീടിനകത്ത് വേറെ ആരോ ഉണ്ട്, ഈ വീടിനകത്ത് വേറെ ആരോ ഉണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിച്ചു, ഉമ്മ, ഈ വീടിനകത്ത് നിങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് ആ പ്രിയപ്പെട്ട മാതാവ് കരന്നുകൊണ്ട് പറയുന്നു, തങ്ങള്, യതീമായ 2 പെൺകുട്ടികളുണ്ട്. ഒരുപാട് പ്രായമായ യതീമായ 2 പെൺകുട്ടികൾ എന്റെ വീടിനകത്തുണ്ട്. അല്ലാഹുവേ, വിവാഹപ്രായം കഴിഞ്ഞിരിക്കുകയാ. അവരാരും വിവാഹം കഴിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹു ഞങ്ങൾക്കൊരു ജീവിതം തരുമെന്ന് കരുതിയിട്ട് എന്റെ മക്കളാണ് ഭക്ഷണം വെച്ച് തന്നതെന്ന് പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണു നിറയുകയോ. തന്റെ കൂടെ വന്നവരെ വിളിച്ചിട്ട് പറയുന്നു, ആരെങ്കിലും ഈ പെൺമക്കൾക്ക് ഒരു ജീവിതം കൊടുക്കുവോ? ഈ 2 പെൺകുട്ടികൾ ആരെങ്കിലും വിവാഹം കഴിക്കുവോ? നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാ. അല്ലാഹുവേ, അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന സമയത്താണ് യതീമായ 2 പെൺകുട്ടികളുടെ വിവാഹം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് നടത്തി കൊടുക്കുന്നത്. ആ സമയത്ത് അല്ലാഹു വിളിച്ചിട്ട് പറയുന്നു, അസ്റായീൽ, റൂഹ് പിടിക്കല്ലേ, റൂഹ് പിടിക്കല്ലേ. ആ സഹാബിക്ക് ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, പാവപ്പെട്ടവരെ സഹായിച്ചാൽ, യതീമീങ്ങളെ സഹായിച്ചാൽ, ഒരു നേരത്തെ മരുന്നിന് വകയില്ലാത്തവന് മരുന്ന് വാങ്ങിക്കൊടുത്ത പടച്ചുറപ്പ് നിനക്ക് തരുന്ന 1ാമത്തെ പ്രതിഫലമെന്ത്? അല്ലാഹു നിന്റെ ആയുസ് നീട്ടിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? 2ാമത്തെ പ്രതിഫലം എന്ത്? അല്ലാഹു ദുർമരണങ്ങളെ തൊട്ട്, അല്ലാഹു ദുർമരണങ്ങളെ തൊട്ട് നിന്നെ കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആത്മഹത്യ കൂടുന്ന കാലമല്ലേ, ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്ന കാലമല്ലേ എന്റെ പ്രിയമുള്ളവരെ. അങ്ങനെ ഒരു മരണത്തെ തൊട്ട് നിന്നെ പടച്ചവനെ സംരക്ഷിക്കുകയാ. 3ാമത്തെ പ്രതിഫലമുണ്ട്, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നീ രക്ഷപ്പെടുകയാണ്. പടച്ചവന്റെ കോപത്തിൽ നിന്നുള്ള രക്ഷയാണ്. 4ാമത്തെ പ്രതിഫലമുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് ഉസ്താദ് കണ്ണുനീര് കുടിക്കുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ. എന്റെ ഭാര്യയുടെ പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ കുത്തുവാക്കും പരിഹാസവും കളിയാക്കലുമല്ലാതെ പടച്ചവന് പെട്ടുപോയല്ലോ, മക്കളായി പോയല്ലോ. മക്കളെ ഓർത്തിട്ട് മെഴുകുതിരി എരിഞ്ഞു തീർക്കുന്നത് പോലെ സ്വന്തം ജീവിതം എരിച്ചു തീർക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവേ, ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ പെണ്ണുങ്ങളുണ്ടല്ലോ, കണ്ണുനീര് കുടിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഭർത്താവിനെ നന്നാക്കണേ എന്ന് ദുആ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, ചെറുപ്പക്കാരാ, നിന്റെ ഇണയെ അല്ലാഹു നന്നാക്കി തരും. നിന്റെ ഭാര്യ സാലിഹത്താകും, നിന്റെ ഭർത്താവ് സാലിഹാകും. എന്റെ പ്രിയമുള്ളവരെ, സദഖ ചെയ്താ കിട്ടുന്ന 4ാമത്തെ പ്രതിഫലമാ 5. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ, നിന്റെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതിയില്ല. നിന്റെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതിയുണ്ടല്ലോ. നാട്ടുകാരുടെ മുന്നിൽ കളിയാക്കുന്ന, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന, നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തിയിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടല്ലോ. 18ഉം 19ഉം വർഷക്കാലം പോറ്റി വളർത്തിയ പൊന്നുപോല് നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും നാണം കെടുത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ
നാണം കെട്ട് നടക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. കള്ളു കുടിച്ചിട്ട് വീട്ടിൽ കയറി വന്ന് ഉപ്പയെ തല്ലുന്ന മക്കളുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ട്. അല്ലാഹുവേ, പണം കിട്ടി ഒരു വലിയ വീട് വന്നു, ഒരു പണക്കാരിയായ പെണ്ണിനെ കെട്ടിക്കഴിയുമ്പോ പ്രായമായ ബാപ്പയെയും ഉമ്മയെയും വൃദ്ധസദനത്തിലേക്ക് കൊണ്ട് വലിച്ചെറിയുന്ന മക്കളുണ്ടല്ലോ. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഏത് കാലഘട്ടമെന്നറിയുമോ? പ്രായമുള്ള ഉമ്മയെ കാണിച്ചിട്ട് തന്റെ കൂട്ടുകാരോട് ഇതാണ് എന്റെ ഉമ്മയെന്ന് പറയാ. ഇന്നത്തെ യുവതലമുറകൾക്ക് നാണക്കേട് തോന്നുന്ന കാലമാ. സ്വന്തം ഉമ്മയെ ചാക്കിനകത്ത് കെട്ടിയിട്ട്, രോഗം പിടിച്ച പ്രായമുള്ള ഉമ്മാനെ ചാക്കിൽ കെട്ടിയിട്ട് അല്ലാഹുവേ റോഡിന്റെ ചാരത്ത് കൊണ്ടുവന്ന് തള്ളിയിട്ടിട്ട് പോകുന്ന മക്കളുടെ കാലമാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള വാപ്പാ, റസൂലുള്ള പറയുന്നു, നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ മക്കള് കാരണം കണ്ണിനീര് കുടിക്കേണ്ട ഗതി നിനക്ക് വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആറാമത്തെ പ്രതിഫലമെന്ത്? ആറാമത്തെ പ്രതിഫലമെന്ത്? ഇന്ന് നിന്റെ വീട് കാണാ പാവങ്ങളെ സഹായിച്ച, യതീമീങ്ങളെ സഹായിച്ച നിന്റെ വീട് കാണാൻ റഹ്മത്തിന്റെ മലക്കിറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ വീട് കാണാ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. ഇത് ദുനിയാവിലെ പ്രതിഫലമാ, ഇത് ദുനിയാവിലെ പ്രതിഫലമാ. ഇനി മരണത്തിന്റെ പ്രതിഫലം കേൾക്കടോ, ഇനി മരിക്കുന്ന സമയത്ത് കിട്ടുന്ന പ്രതിഫലം കേൾക്കടോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വാപ്പാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഈ കൊടുക്കുന്ന സൽക്കർമ്മത്തിന്റെ പ്രതിഫലമായ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ, സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ. പ്രസവ വേദന അനുഭവിച്ചിട്ട് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ് യതീമായ മക്കളെ സഹായിച്ച, പാവങ്ങളെ സഹായിച്ച, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കൊടുത്ത, അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുത്ത, മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് കിതാബ് വാങ്ങിക്കൊടുത്ത, ഇതുപോലെയുള്ള നല്ല സദസ്സുകൾക്ക് കൊടുത്ത അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം മരിക്കുന്ന സമയത്ത് കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യവാ. അല്ലാഹുവിന്റെ സ്വർഗം കണ്ടിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് നെറ്റിത്തടം വിയർത്തിട്ട് മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ വിശാലമായി മുഖം പ്രകാശിക്കുന്ന രീതിയിൽ കിടക്കുന്നാനുള്ള ഭാഗ്യവാ. രണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് പോകുമല്ലോ. എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻതാരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉകുതുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ, ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേൽക്കുകയാ. അവര് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അവര് പറവകളെ പോലെ പറക്കുകയാ. പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പരലോകത്തുകൂടെ പറന്ന് പറന്ന് പോവുകയാണ്. അവര് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാനെന്ന മലക്കുണ്ടല്ലോ, അവിടുന്ന് ചോദിക്കുന്നു, നിങ്ങളാരാ? പറവകളെ പോലെ പറന്ന് വരുന്നല്ലോ, പറവകളെ പോലെ പറന്ന് വരുന്നല്ലോ, നിങ്ങളാരാ? നിങ്ങളാരാ? നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? ആ സമയത്തിന്റെ പ്രിയമുള്ളവര് റിദ്വാൻ എന്ന മലക്ക് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു, ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞു, നീ സിറാത്ത് കടന്നിട്ടാടോ വന്നത്? എന്റെ പ്രിയമുള്ളവരെ, പറക്കാമോഹമുണ്ടോ? പറക്കാമോഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ.
ഇന്നമാ നുത്ഇമുകും ലിവജിഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫബകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം പടച്ചുറപ്പേ ഏറ്റവും ശർറായ ദിവസം നിനക്ക് വിജയമോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പടച്ചവരെ പാപങ്ങളെ സഹായിച്ച എത്രയോ പാവപ്പെട്ടവരുണ്ടല്ലോ. മദ്രസ തുറക്കാൻ പോവുകയാണ്, കിതാബ് വാങ്ങാൻ, ഖുർആൻ വാങ്ങാൻ, മദ്രസയിൽ പഠിക്കുന്ന പുസ്തകം വാങ്ങാ കഴിവില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട് ചെറുപ്പക്കാരാ. കൊടുത്താ കിട്ടുന്ന പ്രതിഫലമോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറവയെ പോലെ പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പറക്കാനുള്ള ഭാഗ്യവാ. എന്റെ പ്രിയമുള്ളവരെ, മരണവേദനയുടെ വേദന അനുഭവിച്ച പെണ്ണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്നത്തെ ദിവസം എങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല പെങ്ങള്, അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല. അല്ലാഹുവേ, പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടുന്ന ദിവസമാ. നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടും മക്കളെല്ലാരോട് പറയുമല്ലോ, എന്റെ ഉപ്പാനെ നരകത്തിൽ എറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരുമോ? എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എനിക്ക് സ്വർഗം താ. എന്റെ ഉപ്പയെയും ഉമ്മയെയും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ എന്ന് പറയുന്ന ദിവസം നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാട്. 3 മരണത്തിന് ശേഷമുള്ള മൂന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ. നീ റബ്ബിനോട് സ്വർഗം ചോദിക്കണ്ട, നീ അല്ലാഹുവിനോട് സ്വർഗം തരണേ, സ്വർഗം തരണേ. ഞാനും നിങ്ങളും എപ്പോഴും ചോദിക്കുന്നത് സ്വർഗമാ. അല്ലാഹുവോട് എപ്പം ദുആ ചെയ്താൽ അല്ലാഹ് എനിക്ക് സ്വർഗം തരണേ, സ്വർഗം തരണേ, സ്വർഗം തരണേ. ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ റസൂലുള്ളാഹി പറയുകയാ, സ്വർഗം ദുആ ചെയ്യുന്നു അല്ലാഹ് 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ. സ്വർഗമാണ് ദുആ ചെയ്യുന്നത്, സ്വർഗമാ ദുആ ചെയ്യുന്നത്. 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ അല്ലാഹ്. സ്വർഗം ദുആ ചെയ്യുന്ന 4 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം മുത്ഇമുൽ ജിയാൻ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന്, പാവങ്ങളെ സഹായിക്കുന്നവന് സ്വർഗം കാത്തിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4ാമത്തെ പ്രതിഫലം പറഞ്ഞു നിർത്തുകയാണ്. 4ാമത്തെ പ്രതിഫലം പറയുകയാ. റസൂലുള്ളാഹി പറയുന്നു, സഹാബാ, പാവങ്ങളെ സഹായിക്കുന്നവർ, യതീമീങ്ങളെ സഹായിക്കുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം വലകാഹു നളറതം വസുറൂറാ. അല്ലാഹനെ കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കറക്റ്റ് 11 മണി ഇൻഷാ അല്ലാഹ്, 2 മണിക്കൂർ കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. അല്ലാഹു പറഞ്ഞതും കേട്ടതുമൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റില്ലേ ഉസ്താദ്? ബക്കറ്റുണ്ട് ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് അപ്പോൾ നമ്മൾ പൈസ ഒന്നും എടുത്തില്ലേ, വിളിച്ചു ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് എടുത്തോ ഇൻഷാ അല്ലാഹ്. വേറെ ഒന്നുമില്ല, ഈ മൈക്ക് സെറ്റുകാരൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണം ഇൻഷാ അല്ലാഹ്. ഞാനൊന്നും എടുത്തില്ല ഇപ്പം, പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒരു സദക്ക, വേറെ പിരിവൊന്നുമില്ല, വേറെ പിരിവൊന്നുമില്ല. ഈ മൈക്ക് സെറ്റുകാർക്ക് കൊടുക്കാൻ എന്തെങ്കിലും മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാ അതിനകത്തേക്കിട്. റബ്ബേ, ഇത്രയും പ്രതിഫലം, 10 പ്രതിഫലം ഞാൻ പറഞ്ഞു, 10 പ്രതിഫലം. ബിസ്മില്ലാ, 10 പ്രതിഫലം ഞാൻ പറഞ്ഞു തന്നു. പ്രതിഫലം ബാക്കി പൈസ ഇട്ടില്ലെങ്കിൽ ആരും എഴുന്നേറ്റ് പോകരുത്. 50 കൊല്ലം ചെയ്ത പാവം പൊറുക്കണ സൂറത്തും കൂടെ ഓതിയിട്ട് പൊക്കോ ഇൻഷാ അല്ലാഹ്. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഒരു സദഖ ചെയ്യുക. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മദ്രസയൊക്കെ തുറക്കുക. മദ്രസ തുറക്കണം. ഈ വരുന്ന 8-ാം തീയതി ഇൻഷാ അല്ലാഹ് മദ്രസയൊക്കെ തുറക്കുകയാണ്. മദ്രസ തുറക്കുന്ന സമയത്ത് ഇപ്പൊ മദ്രസയിലെങ്കിലും പഠിക്കാൻ മക്കളെ ഒന്നും കിട്ടാത്ത കാലമാണ്. കാരണം എല്ലാവർക്കും ദുനിയാവ് മതി. രാവിലെ ഞാൻ ചിന്തിക്കാറുണ്ട്, രാവിലെ 6 മണിക്ക് 7 മണിക്കാ ബസ് വരുന്നത്, സ്കൂൾ ബസ് വരുന്നത്. മദ്രസയിൽ കാണുന്നില്ല. ചോദിച്ചാൽ പറയും ട്യൂഷനുണ്ട് ഉസ്താദ്, സ്വർഗത്തിൽ പോകാനുള്ള അല്ലേ. സ്കൂളിൽ പോകുന്ന മക്കളെ യാത്രയാക്കുന്ന ഉമ്മമാരെ കാണണം. അച്ഛൻ ഇങ്ങനെ ഒരു 7 മണിയാകുമ്പോഴേ ഗേറ്റിന് അവിടെ കാണും. 7:30 ബസ് വരണം, 7:15 നിൽക്കുക. ഇങ്ങനെ ചോദിക്കും, പഠിച്ചവനെ മോനെ പുസ്തകം എടുത്തോടാ, പുസ്തകം എടുത്തോ അമ്മ ചോദിക്ക. എന്നിട്ട് അവസാനം ടൈ എടുത്തോ മോനെ, കെട്ടിയോ മോനെ, പെൻസിൽ എടുത്തോ മോനെ, 3-4 പ്രാവശ്യം ഉമ്മ ചോദിക്കും. എന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തിട്ട് ടാറ്റയും കൊടുത്തിട്ട് ബസ്സിൽ കയറ്റി വിടും, സ്വർഗത്തിൽ പൊക്കോ. ഏതെങ്കിലും ഒരു ഉമ്മ മദ്രസയിൽ പോകുമ്പോൾ അവനെ കെട്ടിപ്പിടിക്കാൻ വേണ്ട, ടാറ്റ കാണിക്കാൻ വേണ്ട, മോനെ ഖുർആൻ എടുത്തോ എന്ന് ചോദിക്കണ ഉമ്മമാരുണ്ട്. എടാ നീ ഖുർആൻ എടുത്തോന്നെങ്കിലും ചോദിക്കാറുണ്ട്. അതുപോലെ പല്ല് തേച്ചോ മോനെ, അല്ലാഹു അലം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഓടാ അല്ലേ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മദ്രസയൊക്കെ തുറക്കാം. അള്ളാനെ മറന്നിട്ട് എവിടെ എത്തിയിട്ട് എന്ത് കിട്ടാനാ? നിന്നെ പടച്ച റബ്ബിനെ മറന്നിട്ട് എവിടെ എത്ര എത്തിയിട്ട് ഒരു കാര്യമില്ല. മദ്രസ കഴിഞ്ഞിട്ടുള്ള പഠിത്തമൊക്കെ മതി. ട്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ തന്നെയല്ലേ പഠിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മദ്രസയിലൊക്കെ വിടുക, പഠിപ്പിക്കുക. അവർക്കൊക്കെ കിതാബുകൾ വാങ്ങിക്കൊടുക്കുക. അവർക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്, ഫുൾ കോളേജ്, എന്തോ ഒരു കോളേജ് തുടങ്ങണം, അതിനൊക്കെ വേണ്ടി ഒരു ബനാത്ത് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ സംരംഭങ്ങൾ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമളാൻ മാസമെല്ലാം കഴിഞ്ഞു, മദ്രസയൊക്കെ തുറങ്ങാവുന്ന സമയമായി. ഈ സമയത്തൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിൽ കരുതണം. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ വാങ്ങിച്ചു കൊടുക്കണം. സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് എത്ര രൂപ ചെലവഴിക്കാൻ ഡൊണേഷൻ ചോദിക്കുന്ന നമ്മൾ കൊടുക്കും. യൂണിഫോമിന് പ്രത്യേകം പൈസ, പുസ്തകങ്ങൾക്ക് എത്ര 10,000, 20,000, 30,000 ചെലവാക്കും. മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞിന്റെ കിതാബിന്റെ വില 12 രൂപ, 20 രൂപ, അതുപോലെ വാങ്ങിച്ചെടുക്കാൻ മടിയാ. മദ്രസയിൽ പഠിക്കുന്ന കിതാബ് ഉസ്താദ് പറയും 150 രൂപ എല്ലാത്തിനും കൂടെ. അതെന്തേ ഉസ്താദ് 150 രൂപ, അന്ത് വില കൂടിയോ? മദ്രസയിലെ കിതാബിന്റെ വില ചോദിക്കുന്ന കാലം. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാ, നിന്റെ മക്കൾക്ക് ദുനിയാവിന് വേണ്ടി നീ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും പ്രയോജനമില്ല. ലക്ഷങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചാലും അതിന് പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചാൽ അലല്ലാ, എനിക്കറിയില്ല. പക്ഷേ മദ്രസയിൽ പഠിക്കുന്ന ഒരു മോന് നീ ഒരു പേപ്പർ വാങ്ങിക്കൊടുത്ത, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ പോകുന്ന മക്കൾക്ക് 1 രൂപ കൊടുത്ത് നീ ഒരു പേപ്പർ വാങ്ങിക്കൊടുത്ത, അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം, നരകത്തിന്റെ തീ നിനക്ക് ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകം നിന്നെ തൊടൂല. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ വാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, ഉമ്മയുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന മദ്രസയിൽ പോകുമ്പോ 2 രൂപ, 1 രൂപ, ഞാൻ 10ന്റെ ഇല്ല പറഞ്ഞത്, 1 രൂപ നീ ചെലവഴിച്ചിട്ട് ഒരു പേപ്പർ വാങ്ങിക്കൊടുത്ത നിന്നെ നരകത്തിന്റെ തീ തൊടൂല. 2, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന സർവ്വ മലക്കുകളും നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസം മുഴുവനും നിനക്ക് വേണ്ടി ദുആ ചെയ്യും. മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്കൊരു പുസ്തകം വാങ്ങിക്കൊടുത്ത, അതുകൊണ്ട് തുറക്കുകയാ. അല്ലാഹുവേ 8-ാം തീയതി മദ്രസ തുറക്കും. നേരെ പോ. മദ്രസയിൽ പോയിട്ട് ഖുർആൻ വാങ്ങാൻ ഗതിയില്ലാത്ത, പുസ്തകം വാങ്ങാൻ കഴിവില്ലാത്ത എത്രയോ പാവപ്പെട്ട മക്കളുണ്ട്. വാങ്ങിച്ചിട്ട് കൊടുക്കും മനുഷ്യ, വാങ്ങിച്ചിട്ട് കൊടുക്ക്, നിനക്ക് പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ബിസ്മില്ല, എഴുന്നേക്ക് ബിസ്മില്ല, പെട്ടെന്ന് എഴുന്നേക്ക, ഇങ്ങ് അടുത്തേക്ക് വരിക, ദുആ ചെയ്യാം. പിരിവൊന്നുമില്ല, ധൈര്യമായിട്ട് വാ. സിയാദ് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്, പിരിവൊന്നും വേണ്ട ഇൻഷാ അല്ലാഹ്. സ്ഥലത്തിന് വേണ്ടി ഇപ്പം അല്ല, സിയാദിന് ആഗ്രഹം സ്ഥലത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ്. എപ്പോഴാണ് തുടങ്ങണേ?
സ്ഥലമൊക്കെ മേടിച്ച് വെച്ചിരിക്കുമല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ അടുത്തോ പൈസ ഒന്നും വേണ്ടപ്പോൾ ഒരു ആഗ്രഹമല്ലേ നിങ്ങളുടെ അടുത്തേക്ക് ദുആ ചെയ്യാം. പെട്ടെന്ന് കയറിക്കോ ഇൻഷാ അല്ലാഹ്, പെട്ടെന്ന് കയറി ഇൻഷാ അല്ലാഹ്. സമയം ഒരുപാടായി ഇൻഷാ അല്ലാഹ്. എല്ലാവരും സുബഹിക്ക് ഇൻഷാ അല്ലാഹ്. എത്ര ഇവിടെ മൊത്തം എത്ര പ്രവർത്തകരുണ്ട്? 70ഓളം പ്രവർത്തി. ഈ 70ഓളം പേര് 1000 രൂപ ഇട്ടാൽ തന്നെ 70,000 രൂപ. കുലു തക്ബീർ. ഒരു വസ്തുവിനൊക്കെ എന്താ വില? 60,000 രൂപ അല്ലേ? 70 പേരും കൂടെ 1000 രൂപ ഇട്ടാൽ തന്നെ ഒരു സെന്റ് വാങ്ങാം. അൽഹംദുലില്ലാ. അതൊക്കെ അള്ളാഹു നടത്തുന്ന പടച്ച റബ്ബിനറിയാം. ഇതൊക്കെ കോളേജിന് ബനാത്തിന് വേണ്ടിയൊക്കെ അല്ലേ? അള്ളാഹിനറിയാം. അള്ളാഹ് എന്നങ്ങ് ആയിക്കോളൂ. നിങ്ങൾ ദുആ ചെയ്താൽ മതി. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ, അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. മൈക്ക് സെറ്റുകാർക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ ഉണ്ട്. അപ്പം സംഘാടകർ തന്നെ കൊടുക്കാനുള്ളത് ആദ്യം കൊടുക്കണം കേട്ടാ. ഇൻഷാ അല്ലാഹ് അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ദുആ ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാഹ് മദ്രസ തുറക്കുന്നതിൻ്റെ അന്ന് മദ്രസയിൽ പോയിട്ട് ഇപ്പം ആരും ഒന്നും കൊടുക്കണ്ട, ഞാൻ പറയണമില്ല. പക്ഷെ മദ്രസയിൽ പോയിട്ട് മക്കൾക്കൊക്കെ ഖുർആനെങ്കിലും 75 രൂപ കണ്ടേ ഉള്ളൂ ഖുർആൻ. അതേപോലെ 100 രൂപക്കെ ഉള്ളു ഇൻഷാ അല്ലാഹ്. ഒരു ഖുർആനിന്റെ വില 100 രൂപ. ഒരു മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്ക് ഖുർആനും സർവ്വ കിതാബുകളും കൂടെ 100-400 രൂപ വരുമായിരിക്കും. ഉസ്താമാര് അല്ലേ? ഇത്രയൊന്നും വരത്തില്ല. ഇത്ര ഉസ്താ വരും കിതാബ് 100-300 രൂപ വരുമായിരിക്കില്ലേ? ഇൻഷാ അത്രയൊക്കെ വരും. 300 രൂപ ഒന്നും ഇല്ല. അൽഹംദുലില്ലാ. നിങ്ങളാൽ കഴിയുന്നത് അവർക്കുണ്ട്. ഇവരുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിതാബ് വാങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ഇൻഷാ അല്ലാഹ് ഇവരുമായി ബന്ധപ്പെടുക. അള്ളാഹു അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മദ്രസയിൽ പഠിക്കണം മക്കൾക്കൊക്കെ മേടിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് കൊടുക്കൂലേ? പറഞ്ഞോ മനുഷ്യന്മാരെ? ഒരു വണ്ടിക്ക് എണ്ണ അടിക്കുന്ന കാശേ ഉള്ളൂ, മൊബൈൽ റീചാർജ് ചെയ്യുന്ന കാശ്, നെറ്റ് ഉപയോഗിക്കുന്ന കാശ് ജിയോയ്ക്ക് കൊടുത്തില്ലേ? എത്രയോ അംബാനി കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു നമ്മളെ കാരണം ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കെങ്കിലും 100-300 രൂപയുള്ളൂ. നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊടുക്കണമെന്ന് നിയത്തി ഇൻഷാ അല്ലാഹ്. കൊടുത്തൂടെ? നിയത്തി ചെയ്യുന്നവരെ കൈപൊക്കിക്കോ. ഞാൻ എണ്ണമൊന്നുമില്ല. അടച്ചവൻ ഇവിടുത്തെ മക്കളൊക്കെ രക്ഷപ്പെട്ട് ഇവിടുത്തെ മക്കളൊക്കെ ഇൻഷാ അല്ലാഹ് പഠിച്ചു കൊടുക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മ ഖുർആൻ പഠിക്കണം, കിതാബ് പഠിക്കണം, മക്കളുടെ പ്രതിഫലം അറിയാൻ പോയി, പിന്നെ തിരിച്ചു വന്നില്ല. ഖുർആൻ പഠിക്കാൻ മദ്രസയിലേക്ക് പോയ മകൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ കരയണ്ട. അവൻ മരിച്ചുപോയാ അവന് ഷഹീദിന്റെ കൂലിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മദ്രസയിലേക്ക് പോയ പൊന്നു മരിച്ചുപോയി വന്നില്ല, എന്തെങ്കിലും പറ്റിപ്പോയി, അവൻ മരിച്ച നീ എന്തിനാ പേടിക്കണേ? ഓന് ഷഹീദിന്റെ കൂലിയാ. 2 അവനെ ഖബറിനകത്ത് 2 മലക്കുണ്ടാകും പഠിപ്പിച്ചു കൊടുക്കാൻ. അവൻ പഠിക്കാൻ പോയവനല്ലേ? ഖബറിനകത്ത് മലക്കുകൾ ഇരുന്നിട്ട് നിന്റെ മോന് പഠിപ്പിച്ചു കൊടുക്കും ഖുർആനും ഹദീസൊക്കെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 അവന്റെ ഖബറും പ്രകാശിക്കും. അവന്റെ ചുറ്റുഭാഗത്തുള്ള 40 ഖബറും പ്രകാശിക്കുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. അവന്റെ ഖബറും പ്രകാശിക്കും. 40 എന്തിന്? ഈ ഖുർആനൊക്കെ പഠിക്കണം മക്കളുണ്ടല്ലോ, മുത്തല്ലിമീങ്ങൾ. ഇത്രയേ ഉള്ളൂ, ഉസ്താദന്മാരല്ല. ഇത്രയേ ഉള്ള ചെറിയ ചെറിയ മക്കൾ, ജുബ്ബയും തൊപ്പിയൊക്കെ ഇട്ട് നടക്കണം മക്കള്. അവനെങ്ങാനും ചുമ്മാതൊന്ന് പള്ളിക്കാട്ടി പോയാൽ മതി. അവന്റെ വാപ്പയും ഉമ്മയൊന്നും അവിടെ കിടപ്പില്ല. വെറുതെ ഒന്ന് പള്ളിക്കാട്ടിൽ പള്ളിയിൽ പോയപ്പോ ഇറങ്ങാൻ തോന്നി, അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ അവൻ ഇറങ്ങിയതിന്റെ ബർക്കത്ത് കൊണ്ട് 40 ഖബറാളികൾക്ക് സുഖവാ. അവരുടെ ശിക്ഷ നിർത്തിവെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ പഠിക്കണ ഒരു മക ഇറങ്ങി പോയാൽ മതി, ചുമ്മാതെ ഖബറാളിയുടെ ശിക്ഷ നിർത്തിവെക്കും. നമ്മൾ പോയാലോ? നമ്മുടെ വാപ്പ എവിടെ കിടപ്പുണ്ട്, ഉമ്മ കിടപ്പുണ്ട്, നമ്മൾ പോയാലോ? ഖബറാളികൾ വിളിച്ചു പറയും, എടാ നരകത്തിന്റെ കവാടം അടച്ചതേ ഉള്ളടാ, ഇറങ്ങല്ലേ മോനെ, ഇങ്ങോട്ട് ഇപ്പം തുറക്കും, നീ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഇറങ്ങിയ അടച്ചത് കൂടെ തുറക്കും. പക്ഷേ ഖുർആനൊക്കെ പഠിക്കുന്ന മക്കൾ അത്രയ്ക്കും മഹത്വ, അത്രയ്ക്കും പ്രതിഫലവ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളോ ആലിമീങ്ങളോ ആക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.